ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷീൻ ടൂൾസ് എന്ന സബ്ജക്റ്റിലെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ടോപ്പിക്കുകളാണ്. സോ മെഷീൻ ടൂൾസ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ആദ്യം മെഷീൻ ടൂൾ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ വർക്ക് പീസിൽ നിന്നും മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നു. ആ മെഷീനിൽ നമ്മളൊരു കട്ടിംഗ് ടൂളും അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഒരു കട്ടിംഗ് ടൂള് ഒരു മെഷീനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെൻ ദിസ് കട്ടിംഗ് ടൂൾ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വർക്ക് പീസ്, ദ മെറ്റീരിയൽ ഈസ് ബീങ് റിമൂവ്ഡ്. സോ ആദ്യം നമുക്ക് കട്ടിംഗ് ടൂളിലേക്ക് പോവാം. സോ കട്ടിംഗ് ടൂൾസ്. So cutting tool is a device used to remove unwanted material from the given workpiece. നമുക്ക് തന്നിരിക്കുന്ന വർക്ക് പീസിൽ നിന്നും ആവശ്യമില്ലാത്ത മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കട്ടിംഗ് ടൂള് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ മെഷീനിങ് പ്രോസസ്, കട്ടിംഗ് ടൂൾ ഈസ് ഫണ്ടമെൻ്റൽ ആൻഡ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്. ഇപ്പോൾ കട്ടിംഗ് ടൂൾ ഇല്ലാതെ നമുക്ക് മെറ്റീരിയലിൽ നിന്നും വർക്ക് പീസിൽ നിന്നും മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കട്ടിംഗ് ടൂൾ നമ്മളൊരു മെഷീനിൽ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് ഇഫ് ദിസ് ഈസ് ദ വർക്ക് പീസ്, ദ മെറ്റീരിയൽ ഈസ് ബീങ് റിമൂവ് ഫ്രം ദ വർക്ക് പീസ് ബൈ യൂസിങ് ദിസ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ആൻഡ് മെയിൻലി ദർ ആർ ടു ടൈപ്സ് ഓഫ് കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂളിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ, രണ്ടാമത്തേത് മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ. സോ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ഇറ്റ് ഹാസ് ഓൺലി വൺ കട്ടിംഗ് എഡ്ജ്. ഒരു കട്ടിംഗ് എഡ്ജേ ഉള്ളൂ. മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് മോർ ദാൻ വൺ കട്ടിംഗ് എഡ്ജ്, ഒന്നിൽ കൂടുതൽ കട്ടിംഗ് എഡ്ജ് ഉണ്ട്. ഇനി ഈ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ദേ ആർ യൂസ്ഡ് ഇൻ ലേത്ത്, ഷേപ്പർ, പ്ലേനർ, സ്ലോട്ടർ, ബോറിംഗ് മെഷീൻ. സോ ഈ മെഷീൻസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ്. അപ്പോൾ ഓർക്കുക, സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത് ലേത്ത്, ഷേപ്പർ, പ്ലേനർ, സ്ലോട്ടർ, ബോറിംഗ് മെഷീൻ എക്സെട്ര. ഇനി മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡ്രില്ലിംഗ് മെഷീൻ, ഡ്രിൽ ബിറ്റ് അല്ലെങ്കിൽ ബ്രോച്ചിങ്, ഗ്രൈൻഡിങ് മെഷീൻ, ഇതിനകത്തെല്ലാം നമ്മൾ മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ്, ബ്രോച്ചസ് എന്ന് പറയുന്നത് മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ്, അതേപോലെ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നതും മൾട്ടി പോയിൻറ്റ് കട്ടിംഗ് ടൂളാണ്. ഇനി നമുക്ക് മെത്തേഡ്സ് ഓഫ് മെറ്റൽ കട്ടിങ്ങിനെ കുറിച്ച് പഠിക്കാം. മെറ്റൽ കട്ടിംഗ് മെത്തേഡ്സ് മെയിൻലി രണ്ടെണ്ണമുണ്ട്. ഓർത്തോഗണൽ ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. ഓർത്തോഗണൽ കട്ടിംഗ് ആൻഡ് ഒബ്ലിക് കട്ടിംഗ്. നോക്കിയേ, ഓർത്തോഗണൽ കട്ടിങ്ങിൻ്റെ വേറൊരു പേരാണ് 2 ഡയമെൻഷണൽ കട്ടിംഗ്. അതേപോലെ തന്നെ ഒബ്ലിക് കട്ടിങ്ങിൻ്റെ വേറൊരു പേരാണ് 3 ഡയമെൻഷണൽ കട്ടിംഗ്. സോ ഇൻ കേസ് ഓഫ് ഓർത്തോഗണൽ മെറ്റൽ കട്ടിംഗ്, ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ ട്രാവൽ. ഒബ്ലിക് കട്ടിങ്ങിലോ the cutting edge is inclined at an angle less than 90 degree. So ഈ ഫിഗർ നോക്കിക്കേ, കട്ടിംഗ് എഡ്ജ്, ദിസ് ഈസ് ദ കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് നമ്മുടെ ടൂൾ ഡയറക്ഷനിൽ കട്ടിംഗ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഓർത്തോഗണൽ കട്ടിംഗ് ആണ്. ഇഫ് ദ കട്ടിംഗ് എഡ്ജ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, ഇൻക്ലൈൻഡ് ആയിട്ടാണ്, ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് ടൂൾ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് oblique cutting. So here it is 90 degree and here it is less than 90 degree. Okay. ഇനി രണ്ടാമത്തെ പോയിന്റ്, the direction of chip flow is perpendicular to the cutting edge, and in case of oblique cutting the chip flows on the tool face making an angle. അപ്പോൾ എപ്പോഴും ഈ കട്ടിംഗ് ടൂളിൻ്റെ ഫേസ് എന്ന് പറഞ്ഞ സർഫസിൽ കൂടെയാണ് ചിപ്പ് വെളിയിലേക്ക് പോകുന്നത്. അതായത് മെറ്റീരിയൽ റിമൂവ് ആവുന്നത് ചിപ്പ് ഫോമിലാണ്. അപ്പോൾ ഈ ചിപ്പ് എന്ന് പറയുന്നത് കട്ടിംഗ് ടൂളിൻ്റെ ഫേസിൽ കൂടെയാണ് വെളിയിലേക്ക് പോകുന്നത്. സോ ഇൻ കേസ് ഓഫ് ഓർത്തോഗണൽ കട്ടിംഗ്, the chip flow is perpendicular to the cutting edge, and in case of oblique cutting, the chip flows on the tool face making an
ആംഗിൾ. ഇനി ചിപ്പ് എങ്ങനെയാണ് പോകുന്നത്? ഓർത്തോഗണൽ കട്ടിംഗ് ആണെങ്കിൽ ഫ്ലാറ്റ് സ്പൈറൽ ആയിട്ടാണ് പോകുന്നത്. ഒബ്ലിക് കട്ടിംഗ് ആണെങ്കിൽ ലോങ് കേൾ ഷേപ്പിലായിരിക്കും ചിപ്പ് വെളിയിലേക്ക് പോകുന്നത്. അതേ തന്നെ ഓർത്തോഗണൽ കട്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് കുറവായിരിക്കും. ദ ടൂൾ ലൈഫ് ഈസ് ലെസ് ഇൻ കേസ് ഓഫ് ഓർത്തോഗണൽ കട്ടിംഗ്. ഇൻ കേസ് ഓഫ് ഒബ്ലിക് കട്ടിംഗ് ദ ടൂൾ ലൈഫ് വിൽ ബി മോർ. എന്തുകൊണ്ടാണ്? കാരണം ഒബ്ലിക് കട്ടിങ്ങിൽ ദ കട്ടിംഗ് ഫോഴ്സ് ആക്ട്സ് ഓൺ എ ലാർജർ ഏരിയ. കട്ടിംഗ് ഫോഴ്സ് കൂടുതൽ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന കാരണം അവിടെ വേറൊക്കെ കുറവായിരിക്കും. സോ എന്താണ്? ടൂൾ ലൈഫ് വിൽ ബി മോർ ഇൻ കേസ് ഓഫ് ഒബ്ലിക് കട്ടിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തോഗണൽ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറച്ച് ലെങ്തിൽ മാത്രമേ നമ്മുടെ ടൂളും വർക്ക് പീസും തമ്മിൽ കോണ്ടാക്റ്റിൽ വരും. കൂടുതൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആ കുറച്ച് ഏരിയയിൽ ആക്ട് ചെയ്യുന്നു. അത് കാരണം അവിടെ ടൂൾ ലൈഫ് കുറവായിരിക്കും. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ഷാർപ്പ് കോർണേഴ്സ് ഇൻ കേസ് ഓഫ് ഓർത്തോഗണൽ കട്ടിംഗ്. ഇൻ കേസ് ഓഫ് ഒബ്ലിക് കട്ടിംഗ് ചാംഫേർഡ് ഷേപ്പാണ് ഉണ്ടാവുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, സ്മോളർ ലെങ്ത് ഓഫ് കട്ടിംഗ് എഡ്ജ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വർക്ക്. ഇൻ കേസ് ഓഫ് ഓർത്തോഗണൽ കട്ടിംഗ്. ഒബ്ലിക് കട്ടിംഗ് ആണെങ്കിലോ ഫോർ ദ സെയിം ഡെപ്ത് ഓഫ് കട്ട് ഗ്രേറ്റർ ലെങ്ത് ഓഫ് കട്ടിംഗ് എഡ്ജ് ഈസ് ഇൻ കോണ്ടാക്ട്. ഈ ഫിഗർ നോക്കിക്കേ. സ്മോളർ ലെങ്ത് ഓഫ് കട്ടിംഗ് എഡ്ജ് ഈസ് ഇൻ കോണ്ടാക്ട്. നോക്കിക്കേ ഉണ്ടോ? ഇത്രയും സ്ഥലത്ത് കട്ടിംഗ് എഡ്ജും വർക്ക് പീസും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നുള്ളൂ. ഒബ്ലിക് കട്ടിങ്ങിൻ്റെ കേസ് നോക്കിക്കേ, ദ ലെങ്ത് ഈസ് മോർ. സോ ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദ നോമൻക്ലേച്ചർ ഓഫ് എ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ. ഇപ്പോൾ ഈ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൽ കുറേ ടേംസും കുറേ ആംഗിൾസും ഉണ്ട്. ആ ടേംസും ആംഗിൾസും എന്തൊക്കെയാണെന്നാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ വേരിയസ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് ദി സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ ആർ. ഇതാണ് ഒരു സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇതാണ് ഫ്ലാങ്ക് എന്ന് പറയുന്ന സർഫസ്. ഫ്ലാങ്ക് കണ്ടോ? ഫ്ലാങ്ക് രണ്ടെണ്ണം ഉണ്ട്, സൈഡ് ഫ്ലാങ്കും എൻ ഫ്ലാങ്കും. ഇപ്പോൾ ഇതാണ് എൻ ഫ്ലാങ്ക്. സോ ദിസ് ഈസ് എൻ ഫ്ലാങ്ക് ആൻഡ് ദിസ് വൺ ഈസ് സൈഡ് ഫ്ലാങ്ക്. ഓക്കെ, ദെൻ അടുത്തത് ഫേസ്. ഇതാണ് ഫേസ് എന്ന് പറയുന്ന സർഫസ്. ഫേസ്. സോ ഫ്ലാങ്ക് ആൻഡ് ഫേസ്. അപ്പം കട്ടിംഗ് ടൂളുമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വർക്ക് പീസ് ഇരിക്കുന്നത്. വർക്ക് പീസും കട്ടിംഗ് ടൂളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇവിടുന്ന് ചിപ്പ് ഇങ്ങനെ ആയിരിക്കും മെറ്റീരിയൽ വെളിയിലേക്ക് പോകുന്നത്. ഏത് സർഫസിൽ കൂടെയാണ് ഈ അൺവാണ്ടഡ് മെറ്റീരിയൽ വെളിയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഏതിൽ കൂടെയാണ്? ഫേസിൽ കൂടെയാണ് പോകുന്നത്. അപ്പം മെറ്റീരിയൽ വെളിയിലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഫേസിൽ കൂടെയാണ് മെറ്റീരിയൽ വെളിയിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്ത പാർട്ടെന്ന് പറയുന്നത് ഷാങ്ക്. ഇതാണ് ഷാങ്ക്. ഓക്കെ, മെയിൻ ബോഡി. നെക്സ്റ്റ് ഈസ് ദ ബേസ്, ബോട്ടം സർഫസ്. അതാണ് ബേസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദ കട്ടിംഗ് എഡ്ജ്. രണ്ട് കട്ടിംഗ് എഡ്ജ് ഉണ്ട്. ഇതൊരു കട്ടിംഗ് എഡ്ജ്, ഇത് അടുത്ത കട്ടിംഗ് എഡ്ജ്. അപ്പോൾ കട്ടിംഗ് എഡ്ജ് രണ്ടെണ്ണം ഉണ്ട്, ഫ്ലാങ്കും രണ്ടെണ്ണമുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ സൈഡ് കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എൻഡ് കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കും. സൈഡ് ഫ്ലാങ്കും സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് ഫ്ലാങ്കും എൻഡ് കട്ടിംഗ് എഡ്ജും. ഓക്കെ, ദെൻ ഇത് നമ്മുടെ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ മൂന്ന് വ്യൂസാണ് ഇവിടെ കാണുന്നത്. സോ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ, ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ ആൻഡ് ദിസ് വൺ ഈസ് ദ സൈഡ് വ്യൂ. ഓക്കെ, അപ്പം നമുക്ക് സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ കാണാം. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ ആംഗിൾസും അതേപോലെ തന്നെ ടേംസും ഈ പറയുന്ന ഫിഗറിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം.
സോ ഹിയർ ഇവിടെ ഫേസ് ഉണ്ട്, ഷാങ്ക് ഉണ്ട്, ബേസ് ഉണ്ട്, ഫ്ലാങ്ക് ഉണ്ട്. ഓക്കെ, ഇനി ഓക്കെ, ഇതാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്. ഇത് ഫേസ്, ദിസ് ഈസ് ദ നോസ്, ഇതാണ് നോസ്, ഇത് രണ്ടും ഫ്ലാങ്ക്, ഇതാണ് ഹീല്, ദെൻ ഷാങ്ക്, ദെൻ സൈഡ് കട്ടിംഗ് എഡ്ജ് ആൻഡ് എൻഡ് കട്ടിംഗ് എഡ്ജ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ടേംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഷാങ്ക്. ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ദ ടൂൾ വിച്ച് ഈസ് അൺഗ്രൗണ്ട്. ഈ ഫിഗർ നോക്കിക്കേ, ഇതാണ് ഗ്രൗണ്ട് ചെയ്ത പോർഷൻ. ഓക്കെ, അപ്പോൾ അൺഗ്രൗണ്ട് ചെയ്യാത്ത ടൂളിൻ്റെ ബാക്കിയുള്ള ബോഡിക്ക് വിളിക്കുന്ന പേരാണ് ഷാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫേസ്. ഇറ്റ് ഈസ് ദ സർഫസ് ഓവർ വിച്ച് ദ ചിപ്പ് സ്ലൈഡ്സ്. ഇപ്പം ചിപ്പ് വെളിയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്, ദാ ഈ ഫേസിൽ കൂടെയാണ് ചിപ്പ് വെളിയിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് ബേസ്. ഷാങ്കിൻ്റെ ബോട്ടം സർഫസിനെയാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. ഷാങ്കിൻ്റെ ബോട്ടം സർഫസ്, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഫ്ലാങ്ക്. ഇറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ ടൂൾ ഫേസിങ് ദ വർക്ക് പീസ്. ഇപ്പം വർക്ക് പീസിനെ ഫേസ് ചെയ്യുന്ന സർഫസിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. രണ്ട് ഫ്ലാങ്ക് ഉണ്ട്, ഒന്ന് സൈഡ് ഫ്ലാങ്കും ഒന്ന് എൻഡ് ഫ്ലാങ്ക്. അപ്പം വർക്ക് പീസിനെ ഫേസ് ചെയ്യുന്ന സർഫസ് ഇതാണ് വർക്ക് പീസ് എങ്കിൽ, വർക്ക് പീസിനോട് അടുത്ത് കിടക്കുന്ന രണ്ട് സർഫസ് ഏതാ? ഈ സൈഡ് ഫ്ലാങ്കും ഈ എൻഡ് ഫ്ലാങ്കുമാണ്. സോ വർക്ക് പീസിനോട് അടുത്ത് കിടക്കുന്ന, വർക്ക് പീസിനെ ഫേസ് ചെയ്യുന്ന രണ്ട് സർഫസിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഒന്ന് സൈഡ് ഫ്ലാങ്കും ഒന്ന് എൻഡ് ഫ്ലാങ്കുമാണ്. ദെൻ കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ഓഫ് ദ ഫേസ് ആൻഡ് ഫ്ലാങ്ക്. ഫേസ് ആൻഡ് ഫ്ലാങ്ക്. സോ കട്ടിംഗ് എഡ്ജ് രണ്ടെണ്ണം ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് കട്ടിംഗ് എഡ്ജും. അപ്പോൾ ഫേസും ഫ്ലാങ്കും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫേസ്, ഇതാണ് എന്ത്? നമ്മുടെ സൈഡ് ഫ്ലാങ്ക്. അപ്പം ഫേസും സൈഡ് ഫ്ലാങ്കും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ജംഗ്ഷനെയാണ് നമ്മൾ സൈഡ് കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഫേസും എൻഡ് ഫ്ലാങ്കും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ജംഗ്ഷനെയാണ് നമ്മൾ എൻഡ് കട്ടിംഗ് എഡ്ജ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആൻഡ് ദിസ് ഈസ് എൻഡ് കട്ടിംഗ് എഡ്ജ്. Okay, then the last one is nose. So it is the junction of side and end cutting edges. Side and end cutting edges. So this is nose. അപ്പം ഇതാണ് എന്ത്? സൈഡ് കട്ടിംഗ് എഡ്ജ്, ഇതാണ് എൻഡ് കട്ടിംഗ് എഡ്ജ്. അതിൻ്റെ ഇൻ്റർസെക്ഷൻ, അതിൻ്റെ ജംഗ്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? നോസ് എന്ന് വിളിക്കുന്നത്. സോ ഇത്രയാണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളുമായി അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ള ടേംസ് എന്ന് പറയുന്നത്. ദെൻ വേരിയസ് ആംഗിൾസ്. ആംഗിൾസ് അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, നമുക്ക് മെയിൻലി 7 ആംഗിൾസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ 2 ആംഗിൾ എന്ന് പറയുന്നത് റേക്ക് ആംഗിളാണ്. ഓക്കെ, 2 ആംഗിൾ റേക്ക് ആംഗിളാണ്. 2 റിലീഫ് ആംഗിളാണ്. 2 കട്ടിംഗ് എഡ്ജ് ആംഗിളാണ്. ഓക്കെ, റേക്ക് ആംഗിൾ 2 ഉണ്ട്. ഓക്കെ, റേക്ക് ആംഗിൾ 2 ഉണ്ട്. ഒന്ന് ബാക്ക് റേക്ക് ആംഗിൾ, രണ്ടാമത്തേത് സൈഡ് റേക്ക് ആംഗിൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ആംഗിൾസ് എന്തൊക്കെ തമ്മിൽ മേക്ക് ചെയ്യുന്നതാണ് ഈ ആംഗിൾസ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയണം.
അപ്പോൾ ഈ ഫിഗർ നോക്കിക്കേ, നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് റേക്ക് ആംഗിൾ ആണ്. റേക്ക് ആംഗിൾ രണ്ടെണ്ണം ഉണ്ട്, ബാക്ക് റേക്ക് ആംഗിൾ ആൻഡ് സൈഡ് റേക്ക് ആംഗിൾ. അപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാം ബാക്ക് റേക്ക് ആംഗിൾ ഇതാണ്. സോ ഈ ബാക്ക് റേക്ക് ആംഗിൾ ഏത് വ്യൂവിലാണ് കാണുന്നത്? ഫ്രണ്ട് വ്യൂവിലാണ് കാണുന്നത്, കട്ടിംഗ് ടൂളിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്താണ് ബാക്ക് റേക്ക് ആംഗിൾ. നോക്കിക്കേ, ബാക്ക് റേക്ക് ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് എ ലൈൻ പാരലൽ ടു ദ ബേസ് ഓഫ് ദ ഷാങ്ക് ഇൻ എ പ്ലെയിൻ പാരലൽ ടു ദ സൈഡ് കട്ടിംഗ് എഡ്ജ്. അപ്പം എന്ത് തമ്മിലുള്ളതാണ്? ഫേസും ബേസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എന്ത്? ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ഇതാണ് ഫേസ്, നമ്മുടെ ഈ ഫിഗർ കണ്ടോ, ഇതാണ് ഫേസ് കണ്ടോ. സോ ദിസ് ഈസ് ദ ഫേസും ബേസിന് അല്ലെങ്കിൽ ഷാങ്കിന് പാരലായിട്ട്, ഇത് ഷാങ്കിന് പാരലായിട്ടല്ല ബേസിന് പാരലായിട്ടുള്ള ലൈനാണ്. അപ്പോൾ ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബാക്ക് റേക്ക് ആംഗിൾ എന്ന് വിളിച്ചത്. ഫേസിനും ബേസിന് പാരലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് വിളിച്ചത്. ഓക്കെ, ഫേസ് ഷാങ്കിന് ബേസിന് പാരൽ, ഈ ആംഗിളാണ് ബാക്ക് റേക്ക് ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ സൈഡ് റേക്ക് ആംഗിൾ. So side rake angle is the angle by which the face of the tool is inclined sideways. Okay, so the side rake angle and back rake angle combine to form effective rake angle, and this is also called true rake angle or resultant rake angle. So side rake angle and back rake angle combine ചെയ്താൽ we will get effective rake angle, and this is also called true rake angle or resultant rake angle, and the value of this side rake angle usually ranges from 0 to 20 degree. അപ്പോൾ side rake angle എന്താണ്? Face of the tool is inclined sideways. ഫിഗർ നോക്കിക്കേ, എവിടെയാണ് സൈഡ് റേക്ക് ആംഗിൾ കാണുന്നത്? എവിടെയാണ്? സൈഡ് വ്യൂവിലാണ് കാണുന്നത്. ഓക്കെ, ഇതെന്താണ്? ടൂളിൻ്റെ ഫേസ് ആണ്. ഇത് ടൂളിൻ്റെ ഫേസ് ആണ്. അതാണ്ട് ഈ കാണുന്ന ഫേസ്, അതാണ് ഇത്. ഇനിയും ടൂളിൻ്റെ ഫേസും ബേസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പം ടൂളിൻ്റെ ഫേസും ബേസിന് പാരലായിട്ടുമാണ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് വിളിച്ചതെങ്കിൽ, ഫേസും ടൂളിന് പെർപെൻഡിക്കുലർ അല്ലെ ബേസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ സൈഡ് റേക്ക് ആംഗിൾ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നതെങ്കിൽ, ഈ ലൈനിനെ ഇതിപ്പോൾ നിങ്ങൾ ഫ്രണ്ട് വ്യൂ ആണ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ബാക്ക് റേക്ക് ആംഗിൾ എന്ന് വിളിച്ചത്. സൈഡ് റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ടൂളിൻ്റെ ഫേസും ബേസിന് പെർപെൻഡിക്കുലറുമായിട്ട്, അത് ഏത് വ്യൂവിലാണ് കാണുന്നത്? സൈഡ് വ്യൂവിലാണ് കാണുന്നത്. അപ്പം എന്താണ്? ഫേസും ബേസിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇത് നോക്കിക്കേ, ഈ ആംഗിളിനെയാണ് നമ്മൾ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് വിളിച്ചത്. ഓക്കെ, ഈ ആംഗിൾ കണ്ടോ? ഫേസും ടൂളിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ കണ്ട് ഇവിടെ കാണാം, സൈഡ് റേക്ക് ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ റേക്ക് ആംഗിളിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം രണ്ട് റേക്ക് ആംഗിളുണ്ട്, ബാക്ക് റേക്കും സൈഡ് റേക്കും. എന്താണ് റേക്ക് ആംഗിളിൻ്റെ ഫങ്ഷൻ? ടു അലോ ദ ചിപ്പ് ടു ഫ്ലോ ഇൻ കൺവീനിയൻറ്റ് ഡയറക്ഷൻ. ഇപ്പം ചിപ്പ് ഫ്ലോയുടെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നു.
Then it reduces the cutting force required to shear the metal and consequently helps to increase the tool life and reduce power consumption. അപ്പം കറക്റ്റ് റേക്ക് ആംഗിൾ കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കുറവ് മതിയായിരിക്കും. ഓക്കെ, സോ ഫോഴ്സ് കുറയുന്ന കാരണം എന്താണ്? ടൂൾ ലൈഫ് കൂടും, അതേപോലെ തന്നെ പവർ കൺസംഷൻ കുറയും. ദെൻ കട്ടിംഗ് എഡ്ജ് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി റേക്ക് ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കട്ടിംഗ് എഡ്ജ്, ഷാർപ്നെസ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്, ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് ദ സർഫസ് ഫിനിഷ്. സോ ഇതാണ് റേക്ക് ആംഗിളിൻ്റെ ഫങ്ഷൻ. ഇനി ഈ റേക്ക് ആംഗിൾ നമുക്ക് 3 എണ്ണം ഉണ്ട്: പോസിറ്റീവ് റേക്ക് ആംഗിൾ, നെഗറ്റീവ് റേക്ക് ആംഗിൾ ആൻഡ് സീറോ റേക്ക് ആംഗിൾ. So positive or increased rake angle reduces compression, the forces and the friction, yielding a thinner and less deformed cooler chip. ഇപ്പോൾ പോസിറ്റീവ് റേക്ക് ആംഗിൾ കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കംപ്രഷൻ കുറയ്ക്കും, ഫോഴ്സസ് കുറയ്ക്കും, ഫ്രിക്ഷൻ കുറയ്ക്കും. അത് കാരണം നമുക്ക് തിന്നായിട്ടുള്ള ലെസ് ഡീഫോംഡ് വർക്ക് പീസസ് അല്ലെങ്കിൽ ചിപ്പുകളായിരിക്കും കിട്ടുന്നത്. ദെൻ ഇനി നമ്മൾ പോസിറ്റീവ് റേക്ക് ആംഗിൾ ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്താൽ എന്ത് പറ്റും? ഇറ്റ് റെഡ്യൂസസ് സ്ട്രെങ്ത് ഓഫ് ദ ടൂൾ ആൻഡ് ദ ഹീറ്റ് കണ്ടക്ഷൻ കപ്പാസിറ്റി. ഇപ്പോൾ പോസിറ്റീവ് റേക്ക് ആംഗിൾ ഒരു പരിധി വരെ കൊടുത്താൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കംപ്രഷൻ കുറയ്ക്കും, ഫോഴ്സ് കുറയ്ക്കും, ഫ്രിക്ഷൻ കുറയ്ക്കും എന്നുള്ളതൊക്കെ. ഒരു പരിധിയിൽ കൂടുതൽ കൊടുത്താൽ അതെന്ത് ചെയ്യും? നമ്മുടെ ടൂളിൻ്റെ സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യും, അല്ലെ ഹീറ്റ് കണ്ടക്ഷൻ കപ്പാസിറ്റിയെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നെഗറ്റീവ് റേക്ക് ആംഗിൾ ഉണ്ട്. നെഗറ്റീവ് റേക്ക് ആംഗിൾ എന്തിനു വേണ്ടിയാണ്? ടു പ്രൊവൈഡ് ഗ്രേറ്റർ സ്ട്രെങ്ത് അറ്റ് ദ കട്ടിംഗ് എഡ്ജ് ആൻഡ് ബെറ്റർ ഹീറ്റ് കണ്ടക്ടിവിറ്റി. നെഗറ്റീവ് റേക്ക് ആംഗിൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കട്ടിംഗ് എഡ്ജിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും കണ്ടക്ടിവിറ്റി, ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂട്ടാനും വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് റേക്ക് ആംഗിൾ കൊടുക്കുന്നത്. സോ സീറോ ഓർ നെഗറ്റീവ് റേക്ക് ആംഗിൾസ് ആർ എംപ്ലോയ്ഡ് ഫോർ കാർബൈഡ്, സിറാമിക്, പോളിക്രിസ്റ്റലൈൻ, ഡയമണ്ട് ആൻഡ് പോളിക്രിസ്റ്റലൈൻ, ക്യൂബിക് ബോറോൺ നൈട്രേറ്റ് കട്ടിംഗ് ടൂൾസ്. അപ്പോൾ സീറോ റേക്ക് ആംഗിൾ അല്ലെങ്കിൽ നെഗറ്റീവ് റേക്ക് ആംഗിൾ കൊടുക്കുന്നത് ഈ മെറ്റീരിയൽസിനാണ്: കാർബൈഡ് മെറ്റീരിയൽ, സിറാമിക്, പോളിക്രിസ്റ്റലൈൻ ഡയമണ്ട്, പോളിക്രിസ്റ്റലൈൻ ക്യൂബിക് ബോറോൺ നൈട്രൈറ്റ് cutting tools. Negative rake angle increases tool forces and this is necessary to provide support to the cutting edge. So ഇതാണ് പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ റേക്ക് ആംഗിൾ കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി ഈ റേക്ക് ആംഗിൾ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? So the rake angle depends on the type of material being cut. എന്ത് മെറ്റീരിയലാണ് നമുക്ക് മെഷീൻ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ടൂൾ മെറ്റീരിയൽ, ഏതാണ് നമ്മുടെ കട്ടിംഗ് ടൂളിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, ആൻഡ് ദ ഡെപ്ത് ഓഫ് കട്ട്, എത്ര ഡെപ്ത് ഓഫ് കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റേക്ക് ആംഗിളിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് റേക്ക് ആംഗിൾസിനെ കുറിച്ച് പറയാനുള്ളത്. 2 റേക്ക് ആംഗിൾ ഉണ്ട്, ബാക്ക് റേക്ക് ആൻഡ് സൈഡ് റേക്ക്. ഇനി അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് റിലീഫ് ആംഗിൾ ആണ്. റിലീഫ് ആംഗിൾ ഓർ ക്ലിയറൻസ് ആംഗിൾ. റിലീഫ് ആംഗിളും 2 എണ്ണം ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ സൈഡ് റിലീഫ് ആംഗിൾ ആൻഡ് എൻ റിലീഫ് ആംഗിൾ. ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ റിലീഫ് ആംഗിൾ കൊടുക്കുന്നത്? Relief angles are provided to minimize physical interference or rubbing contact with machine surface and workpiece. അതായത് കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് അല്ലാതെ വേറെ ഒരു സർഫസും നമ്മുടെ മെഷീൻ പാർട്ടായിട്ടോ അല്ലെങ്കിൽ വർക്ക് പീസുമായിട്ടോ കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റിലീഫ് ആംഗിൾ കൊടുക്കുന്നത്. റിലീഫ് ആംഗിൾ 2 എണ്ണമുണ്ട്, സൈഡ് റിലീഫ് ആംഗിൾ ആൻഡ് എൻ റിലീഫ് ആംഗിൾ. ഇനി
സ്മോൾ റിലീഫ് ആംഗിൾസ് ആർ എസെൻഷ്യൽ വെൻ മെഷീനിങ് ഹാർഡ് ആൻഡ് സ്ട്രോങ് മെറ്റീരിയൽസ് ആൻഡ് ദേ ഷുഡ് ബി ഇൻക്രീസ് ഫോർ വീക്കർ ആൻഡ് സോഫ്റ്റർ മെറ്റീരിയൽ. അപ്പം നമ്മൾ സ്മോൾ റിലീഫ് ആംഗിൾ എവിടെയാണ് കൊടുക്കുന്നത്? ഹാർഡ് ആൻഡ് സ്ട്രോങ് മെറ്റീരിയൽസിലാണ് സ്മോൾ റിലീഫ് ആംഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, സൈഡ് റിലീഫ് ആംഗിൾ. സോ സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ സൈഡ് ഫ്ലാങ്ക് ആൻഡ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഷാങ്ക്. അപ്പോൾ സൈഡ് ഫ്ലാങ്കിനും ഷാങ്കിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സൈഡ് റിലീഫ് ആംഗിൾ. ഈ ഫിഗർ നോക്കിക്കേ, എവിടെയാണ് നമ്മൾ സൈഡ് റിലീഫ് ആംഗിൾ കാണുന്നത്? സൈഡ് വ്യൂവിലാണ്. ഓക്കെ, ഇനിയും സൈഡ് റിലീഫ് ആംഗിൾ ഏത് സർഫസുകൾ തമ്മിലുള്ളതാണ്? സൈഡ് ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. നോക്കിക്കേ, ഇവിടെ സൈഡ് ഫ്ലാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് സൈഡ് ഫ്ലാങ്ക്. ഓക്കെ, സൈഡ് ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിന് പാരലായിട്ട് കിടക്കുന്ന ലൈൻ. സോറി, ഇതാണ് ബേസിന് പാരലായിട്ട് കിടക്കുന്ന ലൈൻ. സോ ദിസ് ഈസ് ദ സൈഡ് ഫ്ലാങ്ക്. ബേസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ. സോ ദിസ് ആംഗിൾ വിൽ ബി സൈഡ് റിലീഫ് ആംഗിൾ. അപ്പം സൈഡ് ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. സൈഡ് റിലീഫ് ആംഗിൾ. അടുത്തത് എൻ റിലീഫ് ആംഗിൾ. എൻ റിലീഫ് ആംഗിൾ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ end flank surface and a line perpendicular to the tool shank. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതാണ് നമ്മുടെ എൻ ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എൻഡ് റിലീഫ് ആംഗിൾ. അപ്പോൾ സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സൈഡ് ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സൈഡ് റിലീഫ് ആംഗിൾ. എൻ ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എൻ റിലീഫ് ആംഗിൾ. ഈ ഫിഗറിൽ ക്ലിയർ ആയിട്ട് കാണാം. ദാ എൻഡ് റിലീഫ് ആംഗിൾ. എൻ ഫ്ലാങ്കും ബേസിന് പെർപെൻഡിക്കുലർ, ഷാങ്കിന് പെർപെൻഡിക്കുലറായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇനിയും അടുത്തത് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇപ്പം മൂന്നാമത്തെ ടൈപ്പ് ആംഗിളായി. ആദ്യത്തെ റേക്ക് ആംഗിൾ, രണ്ടാമത്തേത് റിലീഫ് ആംഗിൾ, മൂന്നാമത്തേത് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പം കട്ടിംഗ് എഡ്ജ് ആംഗിളും രണ്ടെണ്ണം ഉണ്ട്. കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്തിനു വേണ്ടിയാണ്? കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ നമ്മൾ കൊടുക്കുന്നത്. കട്ടിംഗ് എഡ്ജ് ആംഗിളും രണ്ടെണ്ണമുണ്ട്. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആൻഡ് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ സൈഡ് കട്ടിംഗ് എഡ്ജ് ആൻഡ് ആക്സിസ് ഓഫ് ദ ടൂൾ. ഓക്കെ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എൻഡ് കട്ടിംഗ് എഡ്ജ് ആൻഡ് ആക്സിസ് ഓഫ് ദ ടൂൾ. ഇപ്പോൾ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഫിഗർ നോക്കിക്കേ, ഏത് വ്യൂവിലാണ് കാണുന്നത്? സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ സൈഡ് വ്യൂവിലാണ് കാണുന്നത്. രണ്ട് കട്ടിംഗ് എഡ്ജ് ആംഗിളും സൈഡ് വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ സൈഡ് കട്ടിംഗ് എഡ്ജും ഏതാണ്? സൈഡ് കട്ടിംഗ് എഡ്ജ്. ഇതാണ് സൈഡ് കട്ടിംഗ് എഡ്ജ്. ഓക്കെ, അപ്പോൾ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ നോക്കിക്കേ, സൈഡ് കട്ടിംഗ് എഡ്ജും ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാലോ, എൻ കട്ടിംഗ് എഡ്ജും ആക്സിസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ സൈഡ് കട്ടിംഗ് എഡ്ജും ആക്സിസിനും പാരലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. സോ ഇത് പാരലായിട്ടും ഇത് പെർപെൻഡിക്കുലറുമായിട്ടാണ്. ഓക്കെ, എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എൻ കട്ടിംഗ് എഡ്ജും ആക്സിസിന് പെർപെൻഡിക്കുലറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. സോ ദിസ് ഈസ് ദ സൈഡ് കട്ടിംഗ് എഡ്ജ്. അപ്പം ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആണെങ്കിൽ
ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആണെങ്കിൽ ആക്സസിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. സോ ഇതാണ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇത് എൻ കട്ടിംഗ് എഡ്ജ് ആണ്. എൻ കട്ടിംഗ് എഡ്ജും ആക്സസിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. സോ ഇതാണ് എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 6 ആംഗിൾസ്. ഇനി അടുത്തത് ലിപ്പ് ആംഗിൾ, ലാസ്റ്റ് വൺ. So lip angle is the angle between the face and end surface of the tool. Face and end surface of the tool. ഏത് ആംഗിളാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്? ദേ ഇതാണ് ഫേസ്, ഇതാണ് ഫ്ലാങ്ക്. അപ്പം അതിൻ്റെ എൻ സർഫസ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ലിപ്പ് ആംഗിൾ. Then last one, nose radius. So it is the radius of the curved surface joints, the side cutting edge and end cutting edge. അപ്പോൾ സൈഡ് കട്ടിംഗ് എഡ്ജും എൻഡ് കട്ടിംഗ് എഡ്ജും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷനെയാണ്, ആ സർഫസിനെയാണ് നമ്മൾ നോസ് റേഡിയസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സൈഡ് കട്ടിംഗ് എഡ്ജ്, ഇതാണ് എൻഡ് കട്ടിംഗ് എഡ്ജ്, അതിൻ്റെ ജംഗ്ഷൻ ഇതാണ് നോസ് റേഡിയസ് എന്ന് പറയുന്നത്. And the function of providing this nose radius. So greater nose radius provides better surface finish. So greater nose radius എന്ന് പറഞ്ഞാൽ it gives good surface finish, and all finish turning tool have greater nose radius than rough turning tool. അപ്പോൾ finish turning toolനെ കമ്പയർ ചെയ്താൽ നോസ് റേഡിയസ് കൂടുതൽ ഫിനിഷ് ടേണിംഗ് ടൂളിനായിരിക്കും ദാൻ റഫ് ടേണിംഗ് ടൂൾ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചറിൽ പഠിക്കാനുള്ളത്. അപ്പം കുറേ ടേംസ് ഉണ്ട്, ഒരു 7 ആംഗിളുണ്ട്. അതിൽ 2 റേക്ക് ആംഗിളാണ്, 2 റിലീഫ് ആംഗിളാണ്, 2 കട്ടിംഗ് എഡ്ജ് ആംഗിളാണ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ലിപ്പ് ആംഗിൾ. ഇത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ടൂൾ സിഗ്നേച്ചർ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൂൾ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. സോ ടൂൾ സിഗ്നേച്ചർ, ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ഡെസിഗ്നേറ്റിംഗ് ദ പ്രിൻസിപ്പൽ ആംഗിൾസ് ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. സോ ഡെസിഗ്നേറ്റിംഗ് ദ പ്രിൻസിപ്പൽ ആംഗിൾസ് ഓഫ് എ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. And the tool signature is the sequence of numbers listing various angles in degrees and the size of the radius. അപ്പം ടൂൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ഡെസിഗ്നേറ്റിംഗ് ദ പ്രിൻസിപ്പൽ ആംഗിൾസ്. അപ്പം ടൂൾ സിഗ്നേച്ചറിലുള്ള 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വേരിയസ് ആംഗിൾസ് ഇൻ ഡിഗ്രീസ് and the size of nose radius. It will be in mm. അപ്പം അതിനകത്ത് ആംഗിൾസും കാണും, നോസ് റേഡിയസും കാണും. ആൻഡ് there are several systems available. അമേരിക്കൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഉണ്ട്, ഓർത്തോഗണൽ റേറ്റ് സിസ്റ്റം, നോർമൽ റേറ്റ് സിസ്റ്റം, മാക്സിമം റേറ്റ് സിസ്റ്റം, ഇങ്ങനെ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷനാണ്. ഓക്കെ, ഇനി അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ വെച്ച് എങ്ങനെയാണ് ഒരു ടൂളിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം ബാക്ക് റേക്ക് ആംഗിളാണ്, രണ്ടാമത് സൈഡ് റേക്ക് ആംഗിളാണ്, മൂന്നാമത് റിലീഫ് ആംഗിൾ എൻ റിലീഫ് ആംഗിളാണ്, നാലാമത് സൈഡ് റിലീഫ് ആംഗിളാണ്, അഞ്ചാമത് എൻ കട്ടിംഗ് എഡ്ജ് ആംഗിളാണ്, ആറാമത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളാണ്, ആൻഡ് ദ ലാസ്റ്റ് 7ാമത് നോസ് റേഡിയസ് ആണ്. അപ്പം പഠിക്കുമ്പോൾ ഇത് കറക്റ്റ് സീക്വൻസിൽ തന്നെ പഠിക്കണം. ആദ്യത്തെ 2 റേക്ക് ആംഗിൾ, അടുത്ത 2 റിലീഫ് ആംഗിൾ, 5th 6th കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ലാസ്റ്റ് 7th നോസ് റേഡിയസ്. അതിൽ തന്നെ ബാക്ക് റേക്ക്, സൈഡ് റേക്ക്, എൻ റിലീഫ്, സൈഡ് റിലീഫ്, എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആൻഡ് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ലാസ്റ്റ് നോസ് റേഡിയസ്. അപ്പോൾ ഇതെല്ലാം ഡിഗ്രിയിലായിരിക്കും, നോസ് റേഡിയസ് മാത്രം
mm-ലായിരിക്കും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. 8, 14, 6, 6, 6, 15, 1 ഇങ്ങനെ ഒരു ഡെസിഗ്നേഷൻ തന്നാൽ ഈ സീക്വൻസിൽ തന്നെ പഠിച്ചു വെക്കണം. ഇതിൽ ഇപ്പം 6 ഏതാണ് അല്ലെങ്കിൽ ഈ 15 എന്താണ് സ്പെസിഫൈ ചെയ്യുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഈ കറക്റ്റ് സീക്വൻസിൽ പഠിച്ചില്ലെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യം 8 എന്ന് പറഞ്ഞാൽ ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, ദെൻ എൻ റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ. Then N cutting edge angle, side cutting edge angle, and the last one is nose radius. So ഇതെല്ലാം ഡിഗ്രിയിലാണ്, 1 എന്ന് പറയുന്നത് മാത്രം mm-ലാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളുമായി അസോസിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചറും അതേപോലെ തന്നെ ടൂൾ സിഗ്നേച്ചറും. പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെ എക്സാമ്പിൾ തന്നിട്ട് എന്താണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്തൊക്കെ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസ്: കാർബൺ സ്റ്റീൽ, മീഡിയം അലോയ് സ്റ്റീൽ, ഹൈ സ്പീഡ് സ്റ്റീൽ, സിമെന്റഡ് carbides, ceramics, stellites, abrasives, cubic boron nitride and diamond. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് കൊണ്ടാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള് അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് types of chips formed during metal cutting. Types of chips. അപ്പം നമ്മുടെ കട്ടിംഗ് ടൂളും മെറ്റീരിയൽ വർക്ക് പീസും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ പോയിന്റിലുള്ള മെറ്റീരിയൽ സ്ട്രെസ് ആവും. സോ അവിടെ ഷിയറിങ് ആക്ഷൻ ഉണ്ടാവും. അത് കാരണം പ്ലാസ്റ്റിക് ഡീഫോർമേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു പ്ലെയിനിൽ നിന്ന് മെറ്റീരിയൽ ഇളകി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ നിന്നാണ് ഈ മെറ്റീരിയൽ വെളിയിലേക്ക് പോകുന്നത്. ആ പ്ലെയിൻ, അപ്പോൾ ഏത് പ്ലെയിനിൽ നിന്നാണോ മെറ്റീരിയൽ അടർന്ന് മാറുന്നത് ആ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഷിയർ പ്ലെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്ലാസ്റ്റിക് ഫ്ലോ ടേക്സ് പ്ലേസ് ഇൻ ലോക്കലൈസ്ഡ് ഏരിയ കോൾഡ് ഷിയർ പ്ലെയിൻ. സോ when the cutting tool comes in contact with the workpiece, the material in front of the tool is severely stressed and the cutting tool produces internal shearing action. Okay, and the metal below the cutting edge yields and flows plastically in the form of chip. From cutting tool may contact വരുമ്പോൾ അവിടെ മെറ്റീരിയൽ സ്ട്രെസ് ആവുന്നു. അങ്ങനെ ഷിയറിങ് ആക്ഷൻ ഉണ്ടാകുന്നത് കാരണം അവിടെ നിന്ന് അൾട്ടിമേറ്റ് സ്ട്രെസ്സിന് എബോവ് ആകുമ്പോൾ മെറ്റീരിയൽ ഷിയർ ചെയ്തു പോകും. എവിടെ നിന്നാണ് മെറ്റീരിയൽ ഷിയർ ചെയ്തു പോകുന്നത്? നമ്മുടെ ഷിയർ പ്ലെയിനിൽ നിന്നുമാണ്. ഓക്കെ, ആൻഡ് ദ ചിപ്പ് മൂവ്സ് അപ്വേർഡ് ഓൺ ദ ഫേസ് ഓഫ് ദി ടൂൾ. ഇപ്പം ടൂളിൻ്റെ ഏത് സർഫസിൽ കൂടെയാണ് ചിപ്പ് വെളിയിലേക്ക് പോകുന്നത്? ഫേസിൽ കൂടെയാണ് ചിപ്പ് വെളിയിലേക്ക് പോകുന്നത്. ആൻഡ് ദെയർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്സ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ചിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം മെയിൻലി ദെയർ ആർ 3 ടൈപ്സ് ഓഫ് ചിപ്സ്. ഫസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂസ് ചിപ്പ്, സെക്കൻഡ് വൺ ഈസ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ചിപ്പ് വിത്ത് ബിൽറ്റ് അപ്പ് എഡ്ജ്. കണ്ടിന്യൂസ് ചിപ്പ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ഉണ്ട്, ചിപ്സ് വിത്ത് ബിൽറ്റ് അപ്പ് എഡ്ജ്. So first one, continuous chip. So continuous chips എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? It is formed when there is small chip thickness.
ചിപ്പിൻ്റെ തിക്നെസ് കുറവാണ്, അല്ലെങ്കിൽ കട്ടിംഗ് സ്പീഡ് കൂടുതലാണ്, then sharp cutting edges, then large rake angle in the cutting tool, fine feed എന്ന് പറഞ്ഞാൽ relative motion of the tool relative to the workpiece, then smooth tool face and efficient lubricating system. ഈ കണ്ടീഷൻസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിബൺ പോലെ അങ്ങ് പോകും. അതാണ് കണ്ടിന്യൂസ് ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസിലാണ് കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്നത്. ഇനി യൂഷ്വലി കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്യുന്നത് മെഷീനിങ് ഡക്റ്റൈൽ മെറ്റീരിയൽസ്. ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ മെഷീനിങ് ചെയ്യുമ്പോൾ, മെഷീനിങ് സമയത്താണ് നമുക്ക് യൂഷ്വലി കണ്ടിന്യൂസ് ചിപ്പ് ഫോം ചെയ്ത് കണ്ടിട്ടുള്ളത്. അതായത് മൈൽഡ് സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം, ഈ മെറ്റീരിയൽസിൻ്റെ മെഷീനിങ്ങിൽ യൂഷ്വലി എന്താണ് കണ്ടിന്യൂസ് ചിപ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദെൻ good surface finish, low power consumption and longer tool life are the advantages of forming this continuous chips. ഇപ്പോൾ കണ്ടിന്യൂസ് ചിപ്പാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വർക്ക് പീസിന് സർഫസ് ഫിനിഷ് കൂടുതലായിരിക്കും, പവർ കൺസംഷൻ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ടൂൾ ലൈഫും കൂടുതലായിരിക്കും. അതാണ് കണ്ടിന്യൂസ് ചിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് പേരിൽ തന്നെയുണ്ട്, കണ്ടിന്യൂസ് അല്ല. അതെങ്ങനെയാണ്? ഇങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മുറിഞ്ഞായിരിക്കും അത് വെളിയിലേക്ക് പോകുന്നത്. അപ്പം ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ബ്രിട്ടിൽ മെറ്റീരിയൽസിലും ഉണ്ടാകാം, ഡക്റ്റൈൽ മെറ്റീരിയൽസിലും ഉണ്ടാകാം. പക്ഷേ കൂടുതലും ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ബ്രിട്ടിൽ മെറ്റീരിയൽസും കണ്ടിന്യൂസ് ചിപ്പ് ഡക്റ്റൈൽ മെറ്റീരിയൽസിലുമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ബ്രിട്ടിൽ മെറ്റീരിയൽസ് ലൈക്ക് ബ്രോൺസ്, ഹാർഡ് ബ്രാസ് ആൻഡ് ഗ്രേ കാസ്റ്റ് അയൺ, ഇതിനകത്തൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് യൂഷ്വലി ഉണ്ടാകുന്നത്. ദെൻ ഡക്റ്റൈൽ മെറ്റീരിയൽസിലും ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകാം. എപ്പോഴൊക്കെ? ലാർജ് ചിപ്പ് തിക്നെസ്, ലോ കട്ടിംഗ് സ്പീഡ്, സ്മോൾ റേക്ക് ആംഗിൾ. ഈ കണ്ടീഷൻസിലെല്ലാം ഡക്റ്റൈൽ മെറ്റീരിയൽസിലും ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകാം. ദെൻ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ബ്രിട്ടിൽ മെറ്റീരിയൽസിലാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തൊക്കെ സഹായിക്കും? സർഫസ് ഫിനിഷ് നല്ലതായിരിക്കും, പവർ കൺസംഷൻ കുറവായിരിക്കും, ടൂൾ ലൈഫ് കൂടുതലായിരിക്കും. വെൻ ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആർ ഫോംഡ് ഓൺ ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ഓക്കെ, ഇനി ഡക്റ്റൈൽ മെറ്റീരിയൽസിലാണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ സർഫസ് ഫിനിഷ് കുറവായിരിക്കും, ടൂൾ വെയർ കൂടുതലായിരിക്കും, ടൂൾ ലൈഫ് കുറവായിരിക്കും. ഇതാണ് കണ്ടിന്യൂസ് ചിപ്പും ഡിസ്കണ്ടിന്യൂസ് ചിപ്പും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ചിപ്സ് വിത്ത് built up edge. So a small built up edge sticking to the nose of the cutting tool. ഇപ്പം നമ്മുടെ കട്ടിംഗ് ടൂളിൻ്റെ നോസിൽ എന്താ ഒരു ബിൽറ്റപ്പ് ഉണ്ടാവും. ആൻഡ് ദീസ് ബിൽറ്റപ്പ് എഡ്ജ് ഒക്കേഴ്സ് വിത്ത് കണ്ടിന്യൂസ് ചിപ്സ്. ഇപ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ഫോം ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ ബിൽറ്റപ്പ് എഡ്ജ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? So when machining ductile materials, due to the conditions of high local temperature and extreme pressure, the cutting zone and also high friction in the tool chip interface, there are possibilities of work material to weld to the cutting edge of the tool and thus forming built-up edge. അപ്പം built-up edge എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിപ്പിൽ അല്ലെങ്കിൽ വർക്ക് പീസിൽ കട്ടിംഗ് ടൂളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകും, അതേപോലെ ഹൈ പ്രഷറും എക്സേർട്ട് ചെയ്യും, ആൻഡ് ദെയർ ഈസ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഈ മൂന്ന് കാരണം കൊണ്ട് എന്ത് പറ്റും? നമ്മുടെ മെറ്റീരിയൽ, അതായത് ചിപ്പ് എന്ത് പറ്റും? വെളിയിലേക്ക് പോകാതെ ഈ കട്ടിംഗ് ടൂളിൻ്റെ കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ നോസിലേക്ക് വന്ന് വെൽഡായിട്ടിരിക്കും. ഇങ്ങനെ അടിഞ്ഞുകൂടി അവരൊരു ഒരു ഫാൾസ് എഡ്ജ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ബിൽറ്റപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. അതായത് ആ ഹീറ്റ് കാരണം നമ്മുടെ ചിപ്പ് ഇവിടെ വന്ന് വെൽഡായി വന്നിരിക്കുന്നു. സോ ദിസ് വെൽഡ് മെറ്റൽ ഈസ് എക്സ്ട്രീംലി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആൻഡ് ദസ് ദിസ് വെൽഡിംഗ് മേ അഫക്റ്റ് ദ കട്ടിംഗ് ആക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാൾസ്
ബിൽറ്റപ്പ് ഒരു എഡ്ജ് കട്ടിംഗ് എഡ്ജ് ഉണ്ടായാൽ അത് നമ്മുടെ മെഷീനിങ്ങിൻ്റെ സർഫസ് ആക്യുറസിയെയും അല്ലെങ്കിൽ മെഷീനിങ്ങിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. സോ ദ സക്സസീവ് ലേയേഴ്സ് ആർ ആഡഡ് ടു ബിൽറ്റപ്പ് എഡ്ജ് ആൻഡ് വെൻ ദിസ് എഡ്ജ് ബിക്കംസ് ലാർജ്. അപ്പോൾ എന്ത് പറ്റും, ഇതിങ്ങനെ വന്ന് കൂടുതൽ വന്ന് ഇവിടെ വന്ന് അടിഞ്ഞിരുന്നിരുന്നത് വലുതായി കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആവും, അങ്ങനെ അത് ബ്രേക്ക് ചെയ്തു പോകും. അപ്പം ബ്രേക്ക് ചെയ്തത് കുറേ നമ്മുടെ ടൂളിൻ്റെ ഫേസിൽ കൂടെ വെളിയിലേക്ക് പോകും, ബാക്കി കുറച്ച് പറ്റും നമ്മുടെ വർക്ക് പീസിൽ വന്ന് അറ്റാച്ച് ചെയ്ത് ഇരിക്കും. സോ ഇതാണ് നമ്മുടെ ചിപ്സ് വിത്ത് ബിൽറ്റപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. സോ ചിപ്സ് വിത്ത് ബിൽറ്റപ്പ് എഡ്ജ് ആണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ റഫ് സർഫസ് ഫിനിഷ്. ഓക്കെ, ആൻഡ് ദ കണ്ടീഷൻസ് ഫേവറിംഗ് ദ ഫോർമേഷൻ ഓഫ് ബിൽറ്റപ്പ് എഡ്ജ്. എപ്പോഴൊക്കെയാണ് ബിൽറ്റപ്പ് എഡ്ജ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ലോ കട്ടിംഗ് സ്പീഡ്, ലോ റേക്ക് ആംഗിൾ, ഹൈ ഫീഡ് ആൻഡ് ലാർജ് ഡെപ്ത് ഓഫ് കട്ട്. ഈ കണ്ടീഷൻസിലാണ് യൂഷ്വലി ബിൽറ്റപ്പ് എഡ്ജ് ഉണ്ടാകുന്നത്. അതായത് ലോ കട്ടിംഗ് എഡ്ജ്, ലോ റേക്ക് ആംഗിൾ, ഹൈ ഫീഡ് ആൻഡ് ലാർജ് ഡെപ്ത് ഓഫ് കട്ട്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ ബിൽറ്റപ്പ് എഡ്ജ് ഫോം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ബൈ യൂസിങ് കൂളൻസ് ആൻഡ് ടേക്കിംഗ് ലൈറ്റ് കട്ട്സ് അറ്റ് ഹൈ സ്പീഡ്സ്. അപ്പം കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് കുറച്ചുകൊണ്ട് ഹൈ സ്പീഡിലോ മെഷീനിങ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിൽറ്റപ്പ് എഡ്ജിൻ്റെ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് ചിപ്സ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ചിപ്സ് 3 എണ്ണമുണ്ട്: കണ്ടിന്യൂസ് ചിപ്സ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആൻഡ് ചിപ്സ് വിത്ത് ബിൽറ്റപ്പ് എഡ്ജ്. ഇപ്പോൾ കണ്ടിന്യൂസ് ചിപ്പ് യൂഷ്വലി ഉണ്ടാകുന്നത് എവിടാണ്? ഡക്റ്റൈൽ മെറ്റീരിയൽസിലാണ്. ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് യൂഷ്വലി ഉണ്ടാകുന്നത് ബ്രിട്ടിൽ മെറ്റീരിയൽസിലാണ്. ചിപ്സ് വിത്ത് ബിൽറ്റപ്പ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചിപ്പ് ആ ഹീറ്റും പ്രഷറും ഒക്കെ കാരണം നമ്മുടെ കട്ടിംഗ് ടൂളിൽ വന്ന് അറ്റാച്ച് ചെയ്ത് വെൽഡായിട്ട് അവിടെ വന്ന് അടിഞ്ഞുകൂടി ഒരു ഫോൾസ് കട്ടിംഗ് എഡ്ജ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, then next is tool life. So tool life is the time a tool will operate satisfactorily until it is dulled. അതിനെയാണ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടൂൾ ഫെയിലിയർ മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൂൾ വെയർ. ഓക്കെ, and the tool life criteria can be defined as a predetermined numerical value of any type of tool deterioration which can be measured. ഇപ്പോൾ ടൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര നേരം ഒരു കട്ടിംഗ് ടൂളിനെ സാറ്റിസ്ഫാക്ടറിലി യൂസ് ചെയ്യാം. അപ്പോൾ അതിനെ നമുക്ക് പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ടൂൾ ലൈഫിന് കുറേ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. സോ ഒന്ന്, ആക്ച്വൽ കട്ടിംഗ് ടൈം ടു ഫെയിലിയർ. അതായത് ഞാൻ മെഷീനിങ് ചെയ്യാൻ തുടങ്ങി എപ്പോഴാണ് അത് ഫെയിലായത്. അല്ലെങ്കിൽ വോളിയം ഓഫ് മെറ്റൽ റിമൂവ്ഡ്, എന്തുമാത്രം വോളിയം ഓഫ് മെറ്റൽ എനിക്ക് ആ പർട്ടിക്കുലർ ടൂൾ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്സ് പ്രൊഡ്യൂസ്, എന്തുമാത്രം പ്രോഡക്ട്സ് അല്ലെങ്കിൽ പാർട്സ് പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ കട്ടിംഗ് സ്പീഡ് ഫോർ എ ഗിവൺ ടൈം, കട്ടിംഗ് സ്പീഡ് എന്തുമാത്രം. ദെൻ ലെങ്ത് ഓഫ് വർക്ക് മെഷീൻ. ഓക്കെ, ഇതാണ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. ഈ ടൂൾ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. തന്നിരിക്കുന്ന കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ. ആ ഇക്വേഷന് പറയുന്ന പേരാണ് ടെയ്ലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ടെയ്ലറാണ് ഈ ടൂൾ ലൈഫ് ഇക്വേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ടെയ്ലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ വെച്ച് പറയുന്നത് വി ടി റൈസ് ടു എൻ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ്. Okay, V T raised to N is a constant. So, V is the cutting speed in meter per minute. T is the time in minute. N is the exponent depends on tool material. ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. V T raised to N ലെ N എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? So, the value of N depends on the tool material and C is a constant based on tool and work material and cutting condition. അപ്പം ടെയ്ലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് V T raised to N is a constant എന്നാണ്.
ഓക്കെ, സോ അതിൽ വി എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡാണ്, ടി എന്ന് പറയുന്നത് ടൈമാണ്, എൻ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൂൾ മെറ്റീരിയൽ ആൻഡ് സി ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൂൾ വർക്ക് മെറ്റീരിയൽ ആൻഡ് ദ കട്ടിംഗ് കണ്ടീഷൻ. അപ്പം ടൈലർ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയപ്പോൾ കൺസിഡർ ചെയ്ത ഏക പാരാമീറ്റർ എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന കട്ടിംഗ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ കട്ടിംഗ് സ്പീഡാണ് നമ്മുടെ ടൂൾ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റർ എന്നാണ് ടൈലർ പറഞ്ഞത്. ഇപ്പോൾ ലേറ്റർ ഓൺ കുറച്ച് നാൾ കഴിയുമ്പം ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്തു. അതാണ് മോഡിഫൈഡ് ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ. അപ്പോൾ ടൂൾ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? കട്ടിംഗ് സ്പീഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാമീറ്റർ. പക്ഷേ അക്കോർഡിംഗ് ടു ദ എക്സ്റ്റെൻഡഡ് ഓർ മോഡിഫൈഡ് ടൈലേഴ്സ് ഇക്വേഷൻ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? വി ടി റേസ് ടു എൻ എഫ് റേസ് ടു എ ഡി റേസ് ടു ബി ഈസ് എ കോൺസ്റ്റന്റ്. വി ടി റേസ് ടു എൻ എഫ് റേസ് ടു എ ഡി റേസ് ടു ബി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ അവിടെ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ട്, എഫ് എന്ന് പറഞ്ഞാൽ ഫീഡ് റേറ്റ്, വി എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സ്പീഡ് തന്നെയാണ്. അപ്പം ലേറ്റർ ഓൺ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ കട്ടിംഗ് സ്പീഡ് മാത്രമല്ല, പകരം ഫീഡും ഡെപ്ത് ഓഫ് കട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാമീറ്റർ കട്ടിംഗ് സ്പീഡ് തന്നെയാണ്. സോ അങ്ങനെ 3 പാരാമീറ്ററായി കട്ടിംഗ് സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ഫീഡ് റേറ്റ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആൻഡ് ദ വാല്യൂ ഓഫ് എൻ ഇതും ചോദിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് എൻ 0.08 to 0.2 for high speed steel tool, 0.1 to 0.015 for cast alloys, 0.2 to 0.04 for carbide tools and 0.5 to 0.7 for ceramic tools. അപ്പോൾ ഈ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എന്നിൽ ഓരോ മെറ്റീരിയലിൻ്റെയും എന്നിൻ്റെ വാല്യൂവും ചോദിച്ചിട്ടുണ്ട്. അപ്പം കട്ടിംഗ് സ്പീഡാണ് ടൂൾ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാമീറ്റർ. അതോടൊപ്പം തന്നെ ഫീഡും ഡെപ്ത് ഓഫ് കട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടൂൾ ലൈഫ്. So these are the factors affecting tool life. So here cutting speed is the most important, then feed and depth, then tool geometry, tool material, cutting fluid, work material, rigidity of work tool and machine. So this is the factors. These are the factors affecting tool life. Okay, ഇവിടെ കാണിച്ചിരിക്കുന്നത് വി കട്ടിംഗ് സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷനാണ്. സോ ഫോർ ഹൈ സ്പീഡ് സ്റ്റീൽ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. കാർബൈഡ് ആണെങ്കിൽ ഇങ്ങനെ, സിറാമിക് മെറ്റീരിയൽ ആണെങ്കിൽ ടൂൾ ലൈഫ് ഇങ്ങനെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കട്ടിംഗ് ഫ്ലൂയിഡാണ്. ആ കട്ടിംഗ് ഫ്ലൂയിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വർക്ക് പീസും കട്ടിംഗ് ടൂളും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. അതേപോലെ തന്നെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ മെറ്റീരിയൽ ചിപ്പ് ഫോമിൽ റിമൂവ് ആവുകയും ചെയ്യും. അപ്പോഴെന്താണ്? ഈ പറഞ്ഞ ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യണം, അതേപോലെ തന്നെ ചിപ്പ് ആ സർഫസിൽ നിന്നും റിമൂവ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് which is applied to a tool during cutting operation to facilitate removal of chips and heat. ഹീറ്റിനെയും ചിപ്പിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ഇൻ മെഷീനിങ്: ടു ലൂബ്രിക്കേറ്റ് ചിപ്പ്, ടൂൾ ആൻഡ് വർക്ക് പീസ്, ടു കൂൾ ദ കട്ടിംഗ് ടൂൾ ആൻഡ് വർക്ക് പീസ്, ടു ഹെൽപ്പ് ക്യാരി അവേ ദ ചിപ്പ് ഫ്രം ദ കട്ടിംഗ് സോൺ, then lubricate some moving parts of machine tools, then surface finish improve ചെയ്യാൻ, then built up edge. നമ്മൾ built up edge ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു how to prevent this built up edge.
എങ്ങനെയാണ്? ബൈ യൂസിങ് കട്ടിംഗ് ഫ്ലൂയിഡ്, then to protect work against rusting, then improve surface finish and material removal rate, MRR, material removal rate. ഓക്കെ, ഇതാണ് നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക്, എലമെൻറ്റ്സ് ഓഫ് മെറ്റൽ കട്ടിംഗ്. സോ മെറ്റൽ കട്ടിംഗ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി 3 എണ്ണമാണ്. കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്. സോ കട്ടിംഗ് സ്പീഡ് യൂഷ്വലി റെപ്രസെൻ്റ് ചെയ്യുന്നു V. So it is the distance travelled by the work surface related to the cutting edge of the tool, and the equation is pi dn by 1000 meter per minute. ഇതിൻ്റെ യൂഷ്വലി ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ആണ്. ഇപ്പോൾ കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റ്, പൈ ഡി എൻ ബൈ 1000. നെക്സ്റ്റ് വൺ, ഫീഡ്, ദ മോഷൻ ഓഫ് കട്ടിംഗ് എഡ്ജ് ഓഫ് ടൂൾ വിത്ത് റെഫറൻസ് ടു 1 revolution ഓഫ് വർക്ക് പീസ്. അതായത് മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക് പീസിനെയാണ് നമ്മൾ ഫീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ ആണ്, മില്ലിമീറ്റർ പെർ revolution. And the third one, depth of cut, T, small letter T, feed small letter S. So depth of cut, it is measured perpendicular to the axis of workpiece and in straight turning in one pass. So depth of cut measure ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ T is equal to capital D minus small d divided by 2 and the unit is mm. So these are the elements of metal cutting. So cutting speed, feed, depth of cut, cutting speed in the unit meter per minute, feed in the unit millimeter per revolution and depth of cut in the unit mm. Then ഇത്രയാണ് നമുക്ക് മെഷീൻ ടൂൾസ് എന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നു. ഇനി നമുക്ക് കുറച്ച് MCQs നോക്കാം. സോ ഫസ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ ഹാവ് വൈഡ് ആപ്ലിക്കേഷൻ ഓൺ ലേത്ത്? ലേത്തിൽ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ? അപ്പം മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് നമ്മൾ മില്ലിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ടൂളാണ്. മില്ലിംഗ് കട്ടർ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ബ്രോച്ചിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ബ്രോച്ചസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രോച്ചിങ് ടൂളാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ കട്ടിംഗ് ഷേപ്പിംഗ് പ്രോസസ്? നോൺ കട്ടിംഗ് ഷേപ്പിംഗ് പ്രോസസ്. അപ്പം നമുക്കറിയാം ടേണിംഗ്, ഡ്രില്ലിംഗ്, മില്ലിംഗ്, ഇത് മൂന്നും ടേണിംഗ് ചെയ്യുന്നത് ലേത്തിലാണ്. ഡ്രില്ലിംഗ് ചെയ്യുന്നത് യൂഷ്വലി ഡ്രില്ലിംഗ് മെഷീനിലാണ്, നമുക്ക് ലേത്തിലും ചെയ്യാം. മില്ലിംഗ് ചെയ്യുന്നത് മില്ലിംഗ് മെഷീനിലാണ്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു വർക്ക് പീസ് ഉണ്ട്, ആ വർക്ക് പീസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ 3 പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഷേപ്പ് ചേഞ്ച് ചെയ്തത്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു, പക്ഷേ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റെക്റ്റാങ്കുലർ ബുക്ക്, അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിൾ ആണ്, അതിൻ്റെ 2 സൈഡിലും ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ അത് കേർഡ് ഷേപ്പ് ആകും. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു? ഷേപ്പ് ചേഞ്ച് ചെയ്തു, പക്ഷേ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല. Then, which of the following is an example of cutting shaping process? Cutting shaping process knurling ആണ്. ഇവിടെ ഇതിൽ 3ഉം ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ റിമൂവ് ആവുന്നില്ല. പക്ഷേ knurling എന്ന് പറഞ്ഞാൽ നമ്മൾ ലേത്തിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്, അവിടെ മെറ്റീരിയൽ റിമൂവ് ആവുന്നുണ്ട്. Then, in oblique cutting system, the maximum chip thickness may not occur at the middle. Okay, oblique cutting ആണെങ്കിൽ
മാക്സിമം ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകത്തില്ല ചിപ്പിൻ്റെ. ദെൻ ദ സർഫസ് ഫിനിഷ് ഈസ് ഇംപ്രൂവ്ഡ് ബൈ ഇൻക്രീസിങ്, സർഫസ് ഫിനിഷ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ increasing cutting speed, then increasing nose radius and true rake angle. So all of this is the answer. Then relief angle on high speed steel tools usually vary from 20 to 30 degree. അപ്പം റിലീഫ് ആംഗിളിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞായിരുന്നു പഠിപ്പിച്ചപ്പം. ഇപ്പം ഹൈ സ്പീഡ് സ്റ്റീൽ ആണെങ്കിൽ എന്താണ് 20 to 30 ഡിഗ്രി ആണ്. Then the angle between face and flank of a single point cutting tool, ഫേസും ഫ്ലാങ്കും തമ്മിലുള്ള ആംഗിൾ ആണ് ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. പോയിന്റ് ആംഗിൾ നമ്മൾ യൂഷ്വലി ഡ്രിൽ ബിറ്റിലാണ് പറയുന്നത്. Then a single point thread cutting tool should ideally have zero rake angle. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിംഗിൾ പോയിന്റ് ത്രെഡ് കട്ടിംഗ് ടൂൾ യൂഷ്വലി സീറോ റേക്ക് ആംഗിൾ ആണ് ഉള്ളത്. And the angle made by the face of the tool and a plane parallel to the base of the cutting tool is എന്താണ്? Angle made by the face of the tool and a plane parallel to the base of the cutting tool is the rake angle. ഇത് ബാക്ക് rake angle ആണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. സോ മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അതായത് മെഷീൻ ടൂൾസിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതിന് അറിഞ്ഞിരിക്കേണ്ട കട്ടിംഗ് ടൂൾസിനെ കുറിച്ചും അതിനോടനുബന്ധിച്ച് പഠിക്കേണ്ട കുറച്ച് ടേംസുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. സോ ഇതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. തൽക്കാലം ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ താങ്ക് യു ഓൾ.